ഇതൊരു ടാർഗറ്റഡ് അറ്റാക്കാണ്. വി.ഡി. സതീശൻ നുണയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതിച്ഛായ നശിപ്പിക്കുവാനുള്ള ഒരു ബോധപൂർവമായ PR വർക്ക് ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, കേരളത്തില് സതീശന്റെ പ്രതിച്ഛായ നിങ്ങൾ പറഞ്ഞതാണ്. ഏതാണ്? നിങ്ങളിപ്പോൾ പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ. അതായത് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ നുണയൻ എന്നുള്ളത് നിങ്ങളിപ്പോൾ അതായത് അദ്ദേഹം സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്ന ഒരാളല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ. പക്ഷേ മുഖ്യമന്ത്രി പറയുന്ന പോലെ ഈ ചെറ്റത്തരം എന്നുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പറയാറില്ല. അല്ല, ചെറ്റത്തരം എന്ന കാര്യമൊന്നും മുഖ്യമന്ത്രി സാധാരണ പറയാം. എല്ലാവരും നീച്ച പിണറായി ചെറ്റത്തരം 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 എന്ന് പറഞ്ഞെടുക്കുന്ന ആളല്ല. ഭാഷയുടെ പ്രയോഗം അത് ക്രിയകളുമായി ബന്ധപ്പെട്ടത്. മനസ്സിലായി? ഭാഷ ഒരാൾ പ്രയോഗിക്കുന്നത് എങ്ങനെയാണ്? ഭാഷ ഒരാൾ ചെയ്ത കൃത്യത്തിൻ്റെ വിശകലനമാണ് ഭാഷയിൽ നടക്കുക. നിങ്ങളും ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ സംസാരത്തിനോട് സമാന്തരമായിട്ടാണ് എൻ്റെ ഭാഷ വരിക. ഭാഷ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക സന്ദർഭത്തിൻ്റെ സവിശേഷതകളെയാണ് ഭാഷയിൽ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത്. അപ്പോൾ വളരെ ഹീനമായ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു ഭാഷാ പ്രയോഗം നടത്തുകയാണ്. അത് ഒരു അശ്ലീല ഭാഷാ പ്രയോഗമല്ല മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി നടത്തിയത് ഒരു CPM പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിനകത്ത് ദീർഘകാലം പ്രവർത്തിച്ച് അതിന് സമാഹരിക്കാവുന്ന എല്ലാ കാര്യങ്ങളും സമാഹരിച്ച് സ്വന്തമാക്കിയതിൻ്റെ ശേഷം ഒരു ദിവസം രാവിലെ വളരെ നമ്മൾ ഏത് രാഷ്ട്രീയത്തെയാണോ എതിർത്തത് ആ രാഷ്ട്രീയക്കാരുമായി സഖ്യം ചെയ്യണം. ഒരേ സമയം കോൺഗ്രസിനോടും അതേസമയം BJPയോടും കൂട്ടുചേർന്ന ഒരു രാഷ്ട്രീയ ഭിക്ഷാദേഹിയോട് നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ വിശകലനം ചെയ്യുക? ആ പ്രവൃത്തിയാണ് വിശകലനം ചെയ്തത്, വ്യക്തിയല്ല. മാധ്യമങ്ങളിൽ ചിലർ, ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമം അതിനെ മറച്ചിട്ടു. നിങ്ങളുടെ ഈ ചോദ്യം ക്രിയ പറയുമ്പോൾ അതിലൊരു നാമധാരിയുമുണ്ട്. ചെറ്റത്തരം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു നാമധാരി എന്ന രീതിയിൽ ചെറ്റയുമുണ്ട്. അത് അവിടെ നാമധാരിയുടെ പേരിൽ നമുക്ക് ആ പേരിട്ട് കൊടുക്കാം. നമുക്ക് നാമധാരിയല്ല, നാമധാരി ചെയ്ത ക്രിയ എന്താണ്? ആ ക്രിയയെ നമ്മൾ അങ്ങനെ തന്നെയല്ലേ. പക്ഷെ ഉദ്ദേശിത നാമധാരിയാണല്ലോ. എങ്ങനെയാ? സുധാകരനെയാണല്ലോ. അവിടെ പ്രാധാന്യം എന്താ വെച്ചാൽ വ്യക്തിയെ പറയുന്ന വ്യക്തിയെ തന്നെ പറയുന്നു, മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വ്യക്തി അങ്ങനെയൊന്നും ബന്ധപ്പെട്ട് നമുക്ക് എന്താ പേടിക്കേണ്ട കാര്യമുണ്ട്? ഇവിടെ അതല്ല. അദ്ദേഹം ചെയ്ത കൃത്യം എന്ത് എന്ന ചോദ്യത്തിന് ഏറ്റവും ഷാർപ്പായ ഉത്തരം. അത് ഭാഷയുടെ ശരിയായ പ്രയോഗങ്ങളുണ്ട്. ഒരു ഭാഷ പദപ്രയോഗം അതിൻ്റെ ശരിമുണ്ട്, ശരിയായ പ്രയോഗം. അത് പിന്നെ ഈ പ്രയോഗത്തെ ദുർവ്യാഖ്യാനം ചെയ്യാം, അതിപ്പോൾ മാധ്യമങ്ങൾ ചെയ്യും. പക്ഷേ ഏറ്റവും ശരിയായ ഒരു ഭാഷാ പ്രയോഗമാണ്, ഒരു സംശയമില്ല. അത് ആർക്കെതിരായാണോ ആ ആക്ഷേപം ഉന്നയിച്ചത്, ആ പ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞത്, ആ പ്രവൃത്തി ചെയ്ത ആൾക്ക് ആ പ്രവൃത്തിക്ക് അനുയോജ്യമായ ഭാഷാപ്രയോഗം എന്നുള്ള നിലയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്തത് ശരിയായ ഭാഷാപ്രയോഗം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റരാ, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അത് ഞങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയ അയാൾ ചെയ്ത ആ സൽകൃത്യത്തിൻ്റെ പിന്നിൽ നിങ്ങൾ പറഞ്ഞ പദപ്രയോഗം ഉണ്ടല്ലോ, ആ പദപ്രയോഗം നടത്തിയതിന് മുന്നിൽ ബഹു എന്നത് രണ്ട് കുത്തിടൂല. ബഹുമാനപ്പെട്ട പിന്നെ രണ്ട് കുത്ത് കഴിഞ്ഞിട്ട് ആ പദപ്രയോഗം അതുണ്ടാവില്ല. അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരൻ പരുഷമായി പറയേണ്ടതിന് പരുഷമായിട്ട് വരെ അതൊന്നും മറച്ചിരിക്കുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ നാമധാരിയെ തന്നെ പറയാമായിരുന്നുവല്ലോ, ആ നാമം തന്നെ പറയാമായിരുന്നു, ക്രിയാക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പരനാറി പോലെ ആയില്ല, പരനാറി ഒരു നാമം തന്നെയാണല്ലോ. അതെന്താ കാര്യം വെച്ചാല് അതിപ്പോ ഇങ്ങോട്ടൊരു ആഗ്രഹമാണ്, അതുപോലെ നമ്മൾ ചെയ്തിരില്ല. പക്ഷെ ഇവിടെ ആഗ്രഹം പത്രപ്രവർത്തകർ നിങ്ങളുടെ വ്യക്തിയല്ല, നിങ്ങൾക്കൊരു വാർത്തയല്ലോ എപ്പോഴും. നിങ്ങളെപ്പോഴും ഒരു വാർത്തയാണ് അനുഭവിക്കുക. ഒരു വാർത്താ സൃഷ്ടിയിൽ ഇപ്പൊ പിണറായി ഉപയോഗിച്ചതിനേക്കാൾ നിങ്ങൾക്ക് കുറെ കൂടി വാർത്താപരത മറ്റേ പ്രയോഗമാണ്. അത് അദ്ദേഹത്തിന് അറിയാം. കേരളത്തിൽ നന്നായിട്ട് വിലയിരുത്തുന്ന ഒരാളാണ് അദ്ദേഹം. അതിലൊന്നും പിണറായിയുടെ അടുത്ത് തെറ്റുപറ്റില്ല. അദ്ദേഹം സൂക്ഷിച്ച് വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരാളാണ്. സൂക്ഷിച്ച് വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു വാക്ക് ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ച് പറഞ്ഞുവെങ്കിൽ അത് ആ സംഭവത്തിന് കൊടുക്കാവുന്ന ശരിയായ ഒരു തീർപ്പാണ്. ആ നിലയിൽ തന്നെ അതിനെ പരാമർശിക്കേണ്ടത്. അത് പറയുമ്പോൾ നമ്മൾ മനോഹരമായൊരു മലയാള വാക്ക് ഉപയോഗിച്ചതേ ഉള്ളൂ. ബന്ധപ്പെട്ട സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ ഒരു ബദലായി രൂപപ്പെട്ടു വരുന്ന എല്ലാ കാലത്തും ഉണ്ടാകുന്നതല്ലേ? കാരണം എതിർപ്പുണ്ടാകും, ഒരു പ്രസ്ഥാനത്തോട് ഒരു എതിർപ്പുണ്ടാകും, ആ പ്രസ്ഥാനത്തെ നയിക്കുന്നവരോട് എതിർപ്പുണ്ടാകും. അപ്പൊ അതിനൊക്കെയാണല്ലോ ഇപ്പൊ ഇടതുപക്ഷത്താണെങ്കിൽ അതൊരു ഇടതുപക്ഷ ബദൽ എന്ന് പറയും. അതിനെ ഈ രീതിയിൽ വർണ്ണിച്ചുകൊണ്ട് ഈ രീതിയിൽ കാണേണ്ട ആവശ്യമുണ്ടോ? അതിനെ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടിയല്ലേ കാണേണ്ടത്? ഇപ്പൊ ഒരിടത്ത് മാത്രമല്ല, ആലപ്പുഴയിൽ മാത്രമല്ല, കണ്ണൂരിലുണ്ടായി, മുൻപ് വടകരയിൽ ഉണ്ടായതാണ്. അതേ സമാനമായ രീതി തന്നെയല്ലേ ഇത്? ഇതിൽ വ്യത്യാസമുണ്ട്. എന്താ കാര്യം വെച്ചാല് നമ്മള് നയപരമായ കാര്യങ്ങളിൽ തർക്കിക്കാം, തെറ്റൊന്നുമില്ല. CPM നിലപാട് ഇതിലെവിടെയാ നയം?
എവിടെ നയം? ഒരു നയം ഇതിലില്ല. ഇതിൽ രാഷ്ട്രീയ അവസരവാദമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.